ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ സമയം മാനേജ് ചെയ്യുന്നതിനെ പറ്റിയാണ് പറയുന്നത്. അല്ലാണ്ട് റെസിപ്പിയൊക്കെ കാണിച്ചിട്ടുണ്ട്, എന്നാലും അതിനെക്കുറിച്ചാണ് കൂടുതൽ പറയണേ. അപ്പോൾ രാവിലെ ഇപ്പോൾ ഇത്തിരി നേരം വൈകിട്ടാണ് ഞാൻ എഴുന്നേൽക്കാറെന്ന് പറഞ്ഞില്ലേ. ദിവസവും അങ്ങനെ നേരം വൈകി കിടക്കലും നേരത്തെ എനിക്കില്ലായപ്പോൾ തീരെ എനിക്ക് വയ്യാണ്ടായി കേട്ടോ. അപ്പോൾ ചെയ്തൊരു കാര്യമാണ്. അപ്പോൾ ചേട്ടൻ ഒരു 5:30 ആകുമ്പോൾ എഴുന്നേറ്റ് ചോറ് തിളപ്പിച്ചിങ്ങാട്ട് ഇൻഡക്ഷൻ നമ്മുടെ തെർമൽ കുക്കറിൽ ഇറക്കി വയ്ക്കും. പിന്നെ ഞാനൊരു 6 മണിയാകുമ്പോഴേക്കും ഞാൻ എഴുന്നേറ്റ് വരുള്ളൂ. പിന്നെ നമ്മളൊന്ന് വേഗം ചെയ്ത് കഴിഞ്ഞാൽ തീരാവുന്നതല്ലേ ഉള്ളൂ. ചോറാകുമ്പോൾ എന്ന് പറഞ്ഞാൽ കുറച്ച് നേരം ഇരിക്കണം അത് വേവാനായിട്ട്. അതുകൊണ്ടാണ് അങ്ങനെ ആക്കിയത്. അപ്പോൾ ഉറക്കം ശരിയായപ്പോൾ തന്നെ എനിക്ക് കുറേ ഒരു എന്താ പറയുക, ഒരു വയ്യായിക്കൊക്കെ കുറവുണ്ട്, അല്ലെങ്കിൽ ഭയങ്കര ക്ഷീണം അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് ചായ വെച്ചു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ചീര തോരനാണ് ഇന്ന്. പരിപ്പും മുരിങ്ങക്കായ ഒന്ന് കുത്തിക്കാച്ചാണ്. പിന്നെ ഉപ്പുമാവാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കണത്. അപ്പോൾ നാളികേരം കുറവായിരുന്നു. അപ്പോൾ ഫ്രിഡ്ജിൽ നോക്കിയപ്പോൾ 2-3 പാത്രത്തിൽ കുറച്ച് നാളികേരം ഇങ്ങനെ ഓരോ പ്രാവശ്യം ബാക്കി വരുന്നത് ഞാൻ എടുത്തു വെച്ചതുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇട്ടപ്പോൾ പിന്നെ നാളികേരമൊക്കെ ഇഷ്ടം പോലെ ആയി കേട്ടോ. അപ്പോൾ പിന്നെ സമാധാനമായി. പിന്നെ ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. ഉപ്പുമാവിനുള്ളത് ഇഞ്ചിയും പച്ചമുളകും ആ വക സാധനങ്ങളൊക്കെ എടുത്തൊരു പാത്രത്തിൽ വെച്ച് ചേട്ടൻ എന്തോ ഒരു വിശേഷം പറയാൻ വന്നതാണ് കേട്ടോ. അത് കഴിഞ്ഞ് ആൾ പോയി. പിന്നെ ഞാൻ ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടാണ് സവോളയുടെ പരിപാടി നോക്കണത്. അപ്പോൾ ആ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടി വരുന്ന നേരം കൊണ്ട് നമുക്ക് ആ സവോള അരിയാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ചീഞ്ചട്ടി ചൂടാകുമ്പോഴേക്കും ഞാൻ വേഗം സവോള തോല് കളഞ്ഞു. അപ്പോഴേക്കും ചൂടായി ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് പൊട്ടുമ്പോഴേക്കും തന്നെ നമുക്ക് വേഗം തന്നെ സവോള ഇപ്പോൾ ഉപ്പുമാവിലേക്ക് ഇപ്പോൾ അത്ര വലിയ ഒരു പരിപാടിയല്ലല്ലോ. വേഗം കൂടെ അരിയാം. ഒരു കുഞ്ഞു കഷ്ണം സവോളയല്ല വേണ്ട, അധികമൊന്നും വേണ്ടല്ല. അപ്പോൾ ഒരു ചെറിയ സവോളയും കുറച്ച് പച്ചമുളകും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിതാ വീണ്ടും അടുത്തത് അരിയാണ്. അപ്പം ഞാൻ ഇതൊക്കെ തലേദിവസം ചെയ്ത് വയ്ക്കാവുന്നതുള്ളൂ കേട്ടോ. TV ഒക്കെ കാണുന്നവരെന്ന് TV കാണാതിരിക്കുമ്പോഴും ഒക്കെ ഇതൊക്കെ ചെയ്ത് വയ്ക്കാവുന്നതുള്ളൂ. പക്ഷേ എനിക്ക് ഈ എഡിറ്റിംഗ് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ തിരക്ക് കേട്ടോ. ഇപ്പോൾ പലരും ഞാനിങ്ങനെയൊക്കെ ഇടുമ്പോൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ 6 മണിക്ക് എനിക്ക് TC ആയിട്ട് പോവും. അപ്പോൾ നമ്മുടെ ക്യാമറ പിടിക്കലും ഇതും കൂടിയൊക്കെ ആകുമ്പോൾ നമുക്ക് അത്രയൊക്കെ അങ്ങോട്ട് കുറച്ച് സ്പീഡ് കുറയും എല്ലാ കാര്യത്തിനും. പിന്നെ സമയങ്ങൾ കുറയും കേട്ടോ. അപ്പോൾ ചായയിൽ പഞ്ചസാര ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ശ്രീകുട്ടൻ പഠിക്കാതിരിക്കായിരുന്നു തോന്നുന്നുണ്ട്. അത് കാരണം കൊണ്ട് ചായക്ക് വന്നു. വല്ലപ്പോഴാണ് അങ്ങനെ ചായ കുടിക്കാൻ വരുള്ളൂ. അപ്പോൾ പിന്നെ അമ്മയ്ക്ക് മധുരമില്ലാത്ത മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാനത് വേഗം മാറ്റിയിട്ട് പിന്നെ ആ പഞ്ചസാര എടുത്തുങ്ങാട്ട് ഒന്ന് ഇളക്കി അവനുള്ള ചായ കൊടുക്കാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ സവോള ഫ്രൈ ആവണുള്ളൂ. അപ്പം ഞാനൊന്ന് തീ കുറച്ച് വെച്ചു. അപ്പോൾ പിന്നെ അത് കരിയൊന്നുമില്ലല്ലോ. അത് കാരണം കൊണ്ട് അങ്ങനെ വേഗം ചെയ്യാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നൊരു കൂട്ടുകാരീനെ ബസ്സിൽ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, നീതു എന്ന് പറയുന്നത്. അപ്പോൾ ഓർമ്മയുള്ള ദിവസം ഞാൻ പറയേണ്ടതാട്ടോ, അല്ലാണ്ട് ആരും വിട്ടു പോണതും അങ്ങനെയൊന്നുമല്ല. ചിലവരൊക്കെ പലരും കാണാറുണ്ട് നമ്മൾ ഇഷ്ടം പോലെ. സ്ഥിരമായിട്ട് ഇപ്പോൾ വേറൊരു കുട്ടീനെ കാണുമ്പോൾ ചിരിക്കും. അതൊക്കെ ഒരു വലിയ സന്തോഷമാണ് കേട്ടോ നമുക്ക് ഇതിൽ കണ്ടിട്ട് നമ്മൾ പരിചയപ്പെടാൻ വരുമ്പോൾ. പിന്നെ ഇഞ്ചി അരിയാണ് അതിൻ്റെ ഇടയിൽ. അപ്പോൾ സവാള ഇട്ട് ഇഞ്ചി അതിൻ്റെ ഒപ്പം ഇട്ടുണ്ടായിരുന്നില്ല. സവാള ഒരൊപ്പം തന്നെയാണ് ഇഞ്ചി ഇടേണ്ടത്. പക്ഷേ ഞാൻ ആയിട്ടുണ്ടായിരുന്നില്ല, അത് വേഗം ഇട്ട് കൊടുത്തു. അപ്പോൾ ഉപ്പുമാവിൻ്റെ റെസിപ്പി കാണിക്കണില്ല കേട്ടോ. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് ഉപ്പുമാവ്. പിന്നെ മുന്നേ ഞാൻ ഇത്തിരി വലിയ വീഡിയോ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഉപ്പുമാവിൻ്റെ തന്നെ ഇട്ടിട്ടുണ്ട്. പിന്നെ പല വീഡിയോസിലും ഉപ്പുമാവ് കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ എല്ലാ വീഡിയോയിലും ഇങ്ങനെ ഉപ്പുമാവ് കാണിച്ചുകൊണ്ടിരുന്നുണ്ടെങ്കിൽ കൂട്ടുകാർക്ക് തന്നെ ഒരു അസ്വസ്ഥതയായി മാറില്ലേ. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ ആ റെസിപ്പി കാണിക്കാണ്ട് ഈ എൻ്റെ ടൈം മാനേജ് ചെയ്യേണ്ടത് കാണിച്ചൊന്നു മാത്രം കേട്ടോ. പിന്നെ ക്യാരറ്റ് വേഗം അതൊക്കെ മൂത്തുണ്ട്. അപ്പോൾ ഇനി ക്യാരറ്റും കൂടി വേഗം അങ്ങോട്ട് കനം കുറച്ച് അങ്ങോട്ട് അരിഞ്ഞിടുകയാണ് കേട്ടോ. അത്ര വരത്തില്ലല്ലോ. ചേട്ടൻ്റെ അപ്പുറത്തെ വീട്ടിൽ നിന്ന് നല്ല വെള്ളം ഞാൻ പറഞ്ഞില്ല, നമ്മുടെ കിണറ്റിൽ നിന്ന് കുടിക്കില്ല, കലങ്ങലുള്ള കാരണം കൊണ്ട് ഇതാ കുടിക്കുള്ളൂ കേട്ടോ. അപ്പുറത്തെ വീട്ടിൽ നിന്ന് കൊണ്ടുവരും. അവരുടെ വെള്ളത്തിന് അത്ര അധികം കലക്കലില്ല. അത് കാരണം കൊണ്ട് സവോളയിലല്ല റവ വാങ്ങിച്ചത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ റവയും പഴം കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇതിന് കറി ഉണ്ടാക്കണ്ടല്ലോ. തലേദിവസം തന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് ഇത്തിരി ഒരു 6 മണി വരെ കിടന്നുറങ്ങണം. അപ്പോൾ അതിന് എളുപ്പത്തിലുള്ളത് എന്താണെന്ന് ആലോചിച്ചിട്ട് വന്നിട്ടാണ് അങ്ങനെ ഉപ്പുമാവ് ആക്കിയതും. അതിന് കറി വേണ്ട, നേരം വെളുക്കുമ്പോഴാകുമ്പോൾ കറി വേണം കേട്ടോ പിള്ളേർക്ക്. അപ്പോൾ അതിന് പകരം പഴം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചെറുപഴം 2 പേർക്കും നന്നായിട്ട് ഭയങ്കര ഇഷ്ടം. അതുണ്ടെങ്കിൽ വേഗം പുട്ടായാലും ഉപ്പുമാവായാലൊക്കെ നന്നായിട്ട് കഴിച്ചോളും. അങ്ങനെ ബാലൻസ് വന്ന് കേടായി പോകേണ്ട ഒരവസ്ഥ വരില്ല. അപ്പോൾ അതിലേക്ക് തിളച്ച വെള്ളം വേണമല്ലോ, അതിന് വേണ്ടിയിട്ട് കെറ്റിലിൽ വേഗം വെള്ളം ചൂടാക്കാൻ വെക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ഈ ഒരു റവ ഇങ്ങനെ ഇട്ടിട്ട് വറുത്തിട്ടാണ് ഞാൻ വയ്ക്കാറ്. രണ്ടാമത് ഇട്ടിട്ട് അതിൻ്റെ ഇടയിൽ തന്നെ ചീര അരിയാണ്. അപ്പോൾ റവ അവിടെ ഇട്ടിട്ട് ചീര അരിയാൻ വന്നാൽ അത് എന്തായാലും കരിയും. അപ്പം ഞാനത് ഇളക്കാനുള്ള പരിപാടി ചേട്ടനെ ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ.
ചേട്ടാ അപ്പോൾ അവിടെ അങ്ങോട്ട് ഇങ്ങോട്ട് ചുറ്റിപ്പറ്റി നടക്കണുണ്ടപ്പോൾ ഞാൻ പറയുന്നത് ഇളക്ക്, ഞാൻ ആ ചീര ഒന്ന് വേഗം അങ്ങോട്ട് അരിയട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഉപ്മാവ് ആവുമ്പോഴേക്കും നമുക്ക് ചീര അടുപ്പത്ത് ഇടാമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ പറഞ്ഞ മാതിരി തലേദിവസം ഒഴിവുള്ളവർ ഇതൊക്കെ തലേദിവസം ചെയ്ത് വെക്കുക കേട്ടോ. ഞാൻ ആദ്യമൊക്കെ അങ്ങനെയായിരുന്നു. ഇപ്പോൾ ഡെയിലി വീഡിയോ ഇടാൻ തുടങ്ങി, ഷോർട്ട് വീഡിയോകളൊക്കെ ഇടാൻ തുടങ്ങിയപ്പോഴാണ് എനിക്കതൊക്കെ പറ്റാണ്ടായത് കേട്ടോ. ഈ രാവിലത്തേക്ക് നേരമൊക്കെ കൂടിയത്. അപ്പോൾ അതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ച് അത് മൂടിച്ച് ഇനി ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കത് ഇളക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോഴേക്കും പിന്നെ ചീരയൊക്കെ അരിഞ്ഞ് അതിൻ്റെ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ചതക്കലും അതൊക്കെ അതിൻ്റെ ഇടയിൽ അങ്ങോട്ട് കഴിയും. അപ്പോൾ അങ്ങനെ ഞാൻ അതാ ചീരയൊക്കെ അരിഞ്ഞ് കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്തായാലും ചോദിക്കും കട്ടിംഗ് ബോർഡ് ഇല്ലയെന്ന്. കട്ടിംഗ് ബോർഡ് ഇല്ലാണ്ടല്ല കേട്ടോ, എനിക്ക് ഇതിലരിഞ്ഞാലേ ഒരു സമാധാനമുള്ളത്. അങ്ങനെ ശീലിച്ച് പോയി. അതുകൊണ്ട് കാരണം കൊണ്ടാണ്. ഇതിനകത്ത് ഇത്തിരി ഹൈറ്റ് ഉണ്ടല്ലോ, മറ്റേതിന് ഹൈറ്റ് കുറവല്ലേ, അതുപോലെ കൊണ്ട് ഇതിന് സ്പീഡ് കിട്ടും. മറ്റേതിലായാലും 2 ദിവസം അരിഞ്ഞാൽ ശരിയാവില്ലേ, പക്ഷെ എന്തോ എനിക്കങ്ങനെ ഞാൻ എടുക്കണില്ല. അപ്പോൾ അപ്പോഴേക്കും അരിഞ്ഞ് കയ്യിലൊക്കെ കഴിഞ്ഞു. നമ്മുടെ ഉപ്പുമാവിനെ കുത്തി 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 കുഞ്ഞിതാക്കി കണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് നാളികേരം കൂടി ഇട്ട് മിക്സ് ചെയ്യുക പരിപാടിയുള്ള. നാളികേരം കൂടുതൽ ഇടുന്ന കാരണം കൊണ്ട് ഇവിടെ ഉപ്പുമാവിന് അത് ഇഷ്ടമുണ്ട് കേട്ടോ. നാളികേരമൊക്കെ ഇത്തിരി കൂടുതലിട്ട് അടിപൊളിയാണ്. അപ്പം ഞാൻ വേഗം എന്താ ആ കാസറോളിലേക്ക് അത് മാറ്റി വെച്ച് ആ ചീനച്ചട്ടി തന്നെ എടുത്തു കേട്ടോ. ചീര വയ്ക്കാനായിട്ട് ഇത് എളുപ്പമാണ് ഈ ചീനച്ചട്ടിയിൽ ചെയ്യുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് എല്ലതും ഞാൻ ഈ ചീനച്ചട്ടിയിൽ തന്നെയാണ് കേട്ടോ കൂടുതലും ചെയ്യുക. നോൺ സ്റ്റിക്ക് പാത്രങ്ങളെക്കാളും എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം ഇങ്ങനത്തെ ഇൻഡാലിയത്തിൻ്റെ അങ്ങനത്തെ ഒക്കെ പാത്രങ്ങളാണ്. അപ്പോഴേക്കും നമ്മുടെ ശ്രീകുട്ടൻ ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ പഴമായ കാരണം കൊണ്ട് തന്നെ വേറെ ബുദ്ധിമുട്ടില്ലല്ലോ, ഉപ്മാവ് ആയിട്ടുണ്ട്. ചേട്ടൻ്റെ തലേദിവസത്തെ ചോറ് മാത്രം വേസ്റ്റൊക്കെ ഉണ്ടാവും, അതിൽ പുറത്ത് കഴുകി വെറുതെ ഒന്ന് കഴുകിയിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഞാൻ അതാ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് പിന്നെ ചുവന്നുള്ളിയും എന്താ പറയുക വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് മൊരിയാൻ ഇത്തിരി ഒരു സമയം എടുക്കും. അപ്പോൾ ആ ഒരു സമയത്ത് ഇതേ ഓടി വന്ന് പരിപ്പ് കുത്തി കാച്ചാനുള്ള പരിപാടിയാണ് കേട്ടോ. പരിപ്പും മുരിങ്ങക്കായും തക്കാളിയും കൂടിയാണ് കുത്തി കാച്ചുന്നത്. എന്നുവെച്ചാൽ ഇനി നമ്മുടെ മുരിങ്ങക്കായ എടുത്ത് വെച്ചാൽ കേടായി പോകും. അപ്പോൾ ഇനി എടുത്ത് വെച്ചാൽ ശരിയാവില്ല. അപ്പോൾ അത് കാരണം അത് ഇതിൽ കൂടെ ഇട്ടു. പിന്നെ 2 തക്കാളി ഇട്ടിട്ടുണ്ടെങ്കിൽ ഇത്തിരി ഒരു പുളിയുടെ രസം കൂടി ഉണ്ടാവില്ല, അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതുകൊണ്ടാണ് എന്താ ഉള്ളിയും വെളുത്തുള്ളിയും നന്നായിട്ട് മൂത്ത് വന്നു. അതിലേക്ക് ചതച്ച മുളകും കൂടി ഇട്ട് കൊടുത്ത് ഒരു ഇത്തിരി മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് മൊരിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ചീര ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് മൊരിയണത് കാത്ത് നമുക്ക് അവിടെ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അത് വേഗം പോയി കുക്കർ എടുത്തുകൊണ്ട് വന്ന് ഈ പരിപ്പൊക്കെ കഴുകി വെച്ചിട്ടുണ്ടല്ലോ അത് ആ കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് പിന്നെ തക്കാളി അരിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, കഴുകിനായിട്ട് പിന്നെ തക്കാളി അരിയില്ലല്ലോ. അപ്പോൾ തക്കാളിയും കൂടി ഒന്ന് അരിഞ്ഞ് അതിനിടയ്ക്ക് ഇത് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. മുളകല്ലേ പെട്ടെന്ന് തന്നെ കരിയും. ഇതിൻ്റെ അടുത്തേക്ക് നീക്കി വെച്ച് കൊണ്ടുവന്നുണ്ടെങ്കിൽ ഇത്രയ്ക്ക് അങ്ങോട്ട് പാടില്ല അല്ലേ, ഗ്യാസിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നാൽ അതൊക്കെ അവിടെ ഇരിക്കണേ. അത് കാരണം കൊണ്ടാണ് അത് കഴുകാനും കൈ കഴുകാനൊക്കെ എളുപ്പമല്ലേ. അങ്ങനെ ഞാൻ ആക്കി അതിനിടയ്ക്ക് തിളച്ച വെള്ളം നമ്മുടെ ഉപ്മാവിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ആ തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു. അപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ ആവുമല്ലോ. ചേട്ടൻ പോകുമ്പോഴേക്കും ആക്കാനുള്ള ഒരു തത്രപ്പാടെന്ന് പറയാം പരിപാടിയാണിത്. അപ്പോൾ പരിപ്പൊക്കെ അപ്പുറത്ത് ഓണാക്കി വെച്ചിട്ടുണ്ട്. അതടിക്കുമ്പോഴേക്കും നമുക്ക് ഈ ചീരയും കൂടി ഇട്ട് കൊടുക്കാം. ചീര ആദ്യം ഒരു ഇത്തിരി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. പിന്നെ ബാക്കിയുള്ളതും കൂടി ഇട്ട് കൊടുത്ത് ഞാൻ മൂടി വയ്ക്കും കേട്ടോ. എന്നിട്ട് ഒന്ന് വാടിയതിന് ശേഷമാണ് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുള്ളൂ. ചീര എന്തായാലും ഇത്തിരി കൂടുതലായിട്ട് നിൽക്കുമല്ലോ, വാടി കഴിഞ്ഞാൽ അധികം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഉപ്പിടില്ല, അതങ്ങനെ മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ഇത്തിരി നേരം കഴിയുമ്പോൾ തുറക്കാം. അപ്പോഴേക്കും ശ്രീകുട്ടൻ്റെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് അവൻ്റെ പാത്രം കഴുകി കൊണ്ടാക്കിയിട്ട് അവർ 2 പേരും പാത്രങ്ങളൊക്കെ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പാത്രം അവിടെ ഇട്ടിട്ട് പോയില്ല കേട്ടോ. ചേട്ടനാണ് അവിടെ ഇട്ടിട്ട് പോണ ആളെന്ന് പറയുന്നത് മെയിനായിട്ട്. പിന്നെ അടുത്ത പരിപ്പ് കുത്തിയാച്ചിലേക്കുള്ള മുളക് ചതയ്ക്കാനായിട്ട് വെച്ചതാണ്. ഒരുമിച്ച് ചതച്ചാൽ മതിയായിരുന്നു, ഞാൻ പെട്ടെന്ന് മറന്നു. അത് കാരണം കൊണ്ടാണ് 2 പ്രാവശ്യമായിട്ട് ചതക്കേണ്ടി വന്നത് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ചീര ഒന്ന് വാടിയിട്ടുണ്ട്. അത് തുറന്നു കണ്ടിട്ട് അതിലേക്കും കൂടി ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും മൂടി വയ്ക്കണം കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ ഇട്ടാൽ മതി. അതിൽ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ ഹൈ ഫ്ലെയിമിലിട്ട് വറ്റിച്ചെടുക്കാം. ഇതിൽ അങ്ങനെ വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ചേട്ടൻ വന്നത് ചേട്ടന് ഫുഡ് കഴിക്കാനുള്ളതൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട് അടുത്ത ആളും എത്തി കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ചീരയൊക്കെ ഒരുവിധമായിട്ടുണ്ട് വാടിയിട്ട്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള നാളികേരം കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് 1 മിനിറ്റ് അങ്ങനെയൊക്കെ ഒന്ന് മൂടി വെച്ചാൽ മതി. ആ നാളികേരത്തിൻ്റെ ഒരു പച്ച കുത്ത് ഒന്ന് മാറാൻ അത്രയും വേണ്ട കേട്ടോ. നാളികേരം പച്ചക്ക് കടിക്കുന്നതാണ് ചീരത്തോരനിലൊക്കെ ടേസ്റ്റ്. അങ്ങനെ വല്ലാണ്ട് വറവായിരുന്നെങ്കിൽ അത്ര ടേസ്റ്റ് ഇല്ല എന്ന് എനിക്ക് തോന്നാറ് കേട്ടോ. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളല്ലേ. അപ്പോൾ അതാ ഞാൻ നമ്മുടെ കുക്കർ അടിച്ചിട്ടില്ല, പറയുമ്പോഴേക്കും കുക്കർ അടിച്ചു അല്ലേ. അതൊരു 3 അടി അടിച്ച് അപ്പോൾ തന്നെ തുറക്കുകയാണ്. അപ്പോഴേക്കും ഞാൻ വേസ്റ്റ് കൊണ്ട് കളയാമെന്ന് വിചാരിച്ചു. പച്ചക്കറി വേസ്റ്റൊക്കെ ഒരു പാത്രത്തിലാക്കി വെക്കും. പിന്നെ മറ്റുള്ള വേവിച്ച വേസ്റ്റൊക്കെ ഞാൻ അവിടെ ഇടും കേട്ടോ. അപ്പോൾ കോഴിയൊക്കെ ആക്കി എന്തെങ്കിലുമൊക്കെ കൊത്തി തിന്നോളും. പരിപ്പ് കുത്തി കാച്ചാനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഉള്ളിയും വെളുത്തുള്ളിയും മൊരിഞ്ഞ് വന്നതിന് ശേഷം ചതച്ച മുളകും കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്ത് വേണമെങ്കിൽ ഇത്തിരി മഞ്ഞൾപ്പൊടി ഇടണമെങ്കിൽ ഇടാം കേട്ടോ. പക്ഷേ പരിപ്പ് കുത്തി കാച്ചിൽ മഞ്ഞൾപ്പൊടി ഇടില്ല. അപ്പം തന്നെ തുറന്നു പരിപ്പ് 3 അടി അടിച്ചിട്ട് എന്നാലാണ് കറക്റ്റ് ആ പരിപ്പ് വേവ് കറക്റ്റ് ആവുക കേട്ടോ. ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്.
അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം എത്ര ലൂസ് വേണോ അതിനുള്ള വെള്ളം, തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇടാം. പിന്നെ അതൊന്നും മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് തിളയ്ക്കേ വേണ്ടോ. നമ്മുടെ പരിപ്പ് കുത്തിക്കാച്ചി അങ്ങനെ റെഡി. ഇതൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ, എന്നാലും ഞാനതൊന്ന് പറഞ്ഞു പോകണമെന്ന് മാത്രം. ഇതിൽ ഞാനങ്ങനെ കാണിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. പിന്നെ അതാ ചോറ് എടുത്തുകൊണ്ട് വന്ന് ചോറ് ഊറ്റാണ്. അതിനിപ്പോൾ ശ്രീകുട്ടന് മാത്രമേ ചോറ് വേണ്ട കേട്ടോ. അവൻ 7:20 7:25 ആകുമ്പോഴാണ് പോവുക. അപ്പോഴേക്കും ഒരു ഇത്തിരി സമയമുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ചോറ് ഊറ്റി വെച്ചു. പിന്നെ ആദ്യത്തിന് ഉപ്പുമാവ് കൊണ്ടുപോകുമ്പോൾ പഴം ഇത്തിരി പഴുപ്പ് കൂടിയ പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ അത് കാരണം അത് അങ്ങനെ തന്നെ വെച്ചാൽ ചിലപ്പോൾ ആ കറുത്ത കളറായിട്ട് ഉച്ചയ്ക്ക് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഇത്തിരി പഞ്ചസാര പാനി ഉണ്ടാക്കി. പിന്നെ 2-3 പഴം ഉരിഞ്ഞിങ്ങാട്ട് ഇതാ ഒരു പാത്രത്തിലേക്ക് ഇങ്ങനെ അരിഞ്ഞിടാണ് കേട്ടോ. അരിഞ്ഞിട്ടിട്ട് തോല് കളഞ്ഞ് അരിഞ്ഞിട്ട് അതിൽ കേടുള്ള ഭാഗം വല്ലതും ഉണ്ടെങ്കിൽ കളഞ്ഞിങ്ങാട്ട് നല്ല ഫ്രഷാക്കി അരിഞ്ഞിടുക കേട്ടോ. എന്നിട്ട് പിന്നെ അതിലേക്ക് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ച പഞ്ചസാരപ്പാനി ചൂടാറിയതിന് ശേഷം ആക്കാനാണ് കേട്ടോ. ഉപ്പുമാവാണ് അവനാക്കണത്. അവർ പിന്നെ ഫ്രണ്ട്സ് എല്ലാവരും കൂടിയാണ് കഴിക്കുക കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ആ പഞ്ചസാരപ്പാനി ഒഴിച്ച് മിക്സ് ചെയ്യുക. അപ്പോൾ ആപ്പിളും പഴമൊക്കെ കൊടുത്തു വിടുമ്പോൾ ഇങ്ങനെ പഞ്ചസാരപ്പാനി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കേടും വരാണ്ട് ഇങ്ങനെ നല്ലതിൽ ഫ്രഷായിട്ടിരിക്കും കേട്ടോ. കുട്ടികൾക്ക് എന്തായാലും മധുരം ഇഷ്ടാവില്ല. ഇങ്ങനെയൊക്കെ അടച്ചു വെച്ച് കൊടുത്തോന്നുണ്ടെങ്കിലും നമ്മുടെ ആദ്യത്തെ ഇന്ന് ചോറ് കൊണ്ടുപോയില്ല കേട്ടോ, മറന്നുപോയി. അവനെ ഞാൻ കുറേ വിളിച്ചു. അപ്പോഴേക്കും സൈക്കിളിലായിരുന്നു പോയത്, കുറച്ച് അകലത്തിലെത്തി. അത് കാരണം കിട്ടിയില്ല. എന്നിട്ട് പിന്നെ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്നൊക്കെ ഫുഡ് കഴിച്ചു എന്ന് പറഞ്ഞു. ആ പഴം ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചു. വൈകുന്നേരം ആ തണുപ്പും അതും എല്ലാം കൂടി നല്ല അടിപൊളി ടേസ്റ്റായിട്ട് ആയി എന്ന് പറഞ്ഞ് കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇന്ന് ഉപ്പുമാവല്ലേ, ഉപ്പുമാവാകുമ്പോൾ ഗ്യാസമ്മയൊക്കെ ഭയങ്കരമായിട്ട് വൃത്തിയാടാവും. അപ്പം ഞാൻ എല്ലാതും എടുത്തിട്ട് ഒന്ന് തുടച്ച് എടുക്കുകയാണ്. തേച്ച് കഴുകണമൊന്നുമില്ല എന്ന്, എന്നാലും ഒന്ന് ആ പൊടിയൊക്കെ ഒന്ന് കളഞ്ഞൊരു നോക്കുമ്പോൾ ഒരു വൃത്തിയാണ്ടേ. അപ്പോൾ അതിനുള്ളൊരു വൃത്തിയാക്കി ഇടലാണ് കേട്ടോ. അപ്പോൾ ആ പൊടിയൊക്കെ ഒന്ന് തുടച്ച് കളഞ്ഞതിന് ശേഷം ഒന്ന് തുടച്ചെടുത്തു. അപ്പോൾ അങ്ങനെ നമ്മുടെ അടുക്കളയൊക്കെ അടിക്കലും തുടക്കലൊക്കെ കഴിഞ്ഞ് സെറ്റാക്കി എടുത്തു കേട്ടോ. അങ്ങനെ അടുക്കളയിലത്തെ വൃത്തിയാക്കലും പരിപാടിയും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇന്ന് മഴ പെയ്യണോ പെയ്യണ്ടേ എന്ന് ആലോചിച്ച് അവിടെ നിൽക്കുന്നുണ്ട്. എന്തായാലും മഴ പെയ്തു. പിന്നെ ഇതാ വൈകുന്നേരം വന്നിട്ടുള്ള പരിപാടികളാണ് കേട്ടോ. അപ്പോൾ ഇന്ന് വൈകുന്നേരം എന്ന് പറഞ്ഞാൽ നാളേക്ക് വെള്ളയപ്പമാണ്. അപ്പോൾ വെള്ളയപ്പം ഇനി വെള്ളിയും ശനിയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ വെള്ളിയാഴ്ചക്ക് 2 ദിവസത്തേക്കാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ അത് അരി കുതിർത്താനിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നാളികേരം 3 അരിയാണ് എനിക്ക് ഒരു ദിവസം വേണ്ടത്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ പിള്ളേർ 2 നേരം പലഹാരം കഴിക്കും കേട്ടോ. അതുകൊണ്ടാണ് ഇത്ര പേർക്ക് വേണമെന്ന് വിചാരിക്കുന്നുണ്ടാവും കൂട്ടുകാർ. അപ്പോൾ ചോറ് കുറച്ച് മതി കേട്ടോ അങ്ങനെയാകുമ്പോൾ. അപ്പോൾ അത് അതിലേക്ക് നാളികേരം, കുറച്ച് ചോറ്, ഈസ്റ്റ്, കുറച്ച് പഞ്ചസാര ഇതൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്തു. വെള്ളയപ്പത്തിൻ്റെ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊന്നും അതൊന്ന് പോയി കണ്ടിട്ട് വേണമെന്നുണ്ടെങ്കിൽ കേട്ടോ ഒന്ന് കാണുക. ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് നമ്മുടെ മിക്സിയിൽ ഇട്ടിട്ട് അരച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ എപ്പോഴും സ്വന്തം അമ്മയുടെ കാര്യം തന്നെയാണ് പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ചേച്ചി സാധാരണ പോലെ കമൻറ്റ് ഇട്ടു. അതിൻ്റെ അടിയിൽ പിന്നെ എന്താ പറയുക, ഞാൻ ഓണത്തിന് സെറ്റ് സാരി ഉടുത്തതിൻ്റെ കഥ വരെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ഓണത്തിനൊരു സെറ്റ് സാരി കൊടുത്തു എന്ന് വിചാരിച്ചിട്ട് അമ്മേനെ അച്ഛനെ സ്നേഹിക്കാത്തവരാണോ ഈ സെറ്റ് സാരിയൊക്കെ കൊടുക്കണത്? എന്താ പറയുക, എൻ്റെ ഇപ്പം അമ്മയൊന്നും ഇവിടുത്തെ അമ്മയൊന്നും അങ്ങനെ വാലായ്മ സാരിയൊന്നും ഉടുക്കണില്ല കേട്ടോ. എന്ന് വെച്ചാൽ ഇവർക്ക് അങ്ങനെ അതിലല്ല സ്നേഹം. പക്ഷെ അമ്മ അച്ഛനെ നന്നായിട്ട് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ആ സാരി ഉടുക്കണേലും അല്ലെങ്കിൽ പൊട്ടു തൊടാണ്ടിരിക്കണേലും ഒന്നുമല്ല കാര്യം. ജീവിച്ചിരിക്കുമ്പോൾ സ്നേഹിക്കുന്നതാണ് വലിയ കാര്യം കേട്ടോ. ഇപ്പോഴും എന്തെന്നാ പറയുക, 15-ാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കിട്ടാത്ത ആൾക്കാരുണ്ടല്ലോ എന്ന് ആലോചിച്ചു ഞാൻ ആ കമൻറ്റൊക്കെ കണ്ടപ്പോൾ. പിന്നെ അമ്മയുടെ കാര്യം കൂടി പറഞ്ഞാൽ അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി കേട്ടോ. അപ്പോൾ ഇത്ര ഇനിയിപ്പോൾ ബാക്കിയുള്ളത് കൂട്ടുകാർ അങ്ങോട്ട് തീരുമാനിക്കുക അല്ലേ എന്താ പറയണ്ടേന്ന്. അപ്പോൾ അതൊരു ചെമ്മീൻ ചമ്മന്തി അരച്ചു. നമ്മുടെ വീട്ടിലെ കാന്താരി മുളകും ചെമ്മീൻ വറുത്തിട്ട് കുറച്ച് ചുവന്നുള്ളിയും പുളിയും ഉപ്പൊക്കെ ഇട്ടിട്ട് കേട്ടോ. അപ്പോൾ അത് ആദിത്യൻ്റെ സ്കൂളിലെ വിശേഷം ചോദിക്കാണ്ട് അവിടെ യൂത്ത് ഫെസ്റ്റിവലായിരുന്നു. ആദിത്യൻ ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സമ്മാനം കിട്ടിയോന്നാണ് അമ്മ ചോദിക്കണത് കേട്ടോ. അപ്പോൾ അമ്മേരെ വീട് ആ സ്കൂളിൻ്റെ തൊട്ടടുത്താണ്. അപ്പോൾ ചെറുപ്പത്തിലെ അമ്മേരെ അനിയത്തി മേമ അവിടെ യൂത്ത് ഫെസ്റ്റിവലിലൊക്കെ പോയി നിന്നിട്ട് അങ്ങനെ അമ്മാമ്മ അന്വേഷിച്ച് പോയ കഥയും അതൊക്കെ ആദിത്യനോട് പറയണതാണ് കേട്ടോ. അപ്പോൾ അമ്മയോട് വർത്തമാനം പറയാണ്ടും അങ്ങനെയൊന്നുമില്ല. പിന്നെ അച്ഛൻ മരിച്ചതിന് ശേഷം അമ്മേനെ അങ്ങനെ വീഡിയോ എടുക്കുന്നത് ഇഷ്ടമില്ലാത്ത പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് കാരണം കൊണ്ടാണ് ഞാൻ അങ്ങനെ വീഡിയോ അധികം എടുക്കാത്തത് കേട്ടോ. പിന്നെ ഫുഡ് കഴിക്കുന്ന കാര്യം ഞങ്ങൾ ഒരുമിച്ചിരിക്കുമ്പോൾ അമ്മയ്ക്ക് ആ മുറിയിൽ ഇരിക്കുന്നതാണ് ഇഷ്ടം. എന്നുവെച്ചാൽ അച്ഛൻ്റെ കൂടെ അത്രയും നാളെ ഇരുന്നത് കൊണ്ടായിരിക്കാം, ഞാൻ പറയാണ്ടൊന്നുമല്ല. അപ്പോൾ ഒക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇനി നാളെ കാണാം.